ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ നിങ്ങൾ കാണാൻ പോകുന്ന 2 ചോദ്യങ്ങൾ, ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഈ ചോദ്യമാണെന്നല്ല പറയുന്നത്, ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും. ഇതില്ലാതൊരു ചോദ്യപേപ്പർ ഇല്ല. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾ A+ ആഗ്രഹിക്കുന്നവരാണ്, ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൊണ്ടിട്ട് ഇന്ന് ഈവനിങ്, അതായത് എക്സാമിന് തലേദിവസം ഈവനിങ് നേരെ നമ്മുടെ ചാനലിലോട്ട് വരണം. രാത്രി 7 മണി മുതൽ മാരത്തോൺ ക്ലാസ്സുകളുണ്ട്. 4 ചാപ്റ്റർ നമ്മൾ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. മാത്രമല്ല A+ ഉറപ്പിക്കുകയും ചെയ്യും. ഓക്കെ, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് ഒരുവിധം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കും. ലിസ്റ്റ് ഔട്ട് എനി 3 ഫാക്ടേഴ്സ് സപ്പോർട്ടിംഗ് സോയിൽ ഫോർമേഷൻ. മണ്ണുണ്ടാകുന്നതിന് സഹായിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങൾ എഴുതാനും എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് ആണ്, രണ്ടാമത്തത് ഭൂപ്രകൃതിയാണ്, മൂന്നാമത് സസ്യജാലങ്ങളും ജന്തുക്കളുമാണ്, യെസ്, അതുപോലെ മാതൃശില പാരന്റ് റോക്ക് ആണ്, അടുത്തത് ടൈം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് 3 മാർക്കിനാണ് ഇത് ചോദിച്ചതെങ്കിൽ ഈ 3 മാർക്ക് ജസ്റ്റ് ഒന്ന് 3 പോയിന്റ് എഴുതിച്ചാൽ മതി. ചിലപ്പോൾ ഇതൊരു 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം? ഇത് എസ് ആയിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഇതുപോലെ ചെയ്യണം. ഇത്രയുള്ള കാര്യം. ഇപ്പോൾ ക്ലൈമറ്റ് എന്ന് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം സോയിൽ ഫോർമേഷൻ ഈ കോൾഡ് എൻവയോൺമെന്റിൽ, തണുത്ത കാലാവസ്ഥയിൽ വളരെ കുറവായിരിക്കും. ഓക്കെ, തണുപ്പേറിയ കാലാവസ്ഥയിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ടോപ്പോഗ്രഫി ഭൂപ്രകൃതി പറയുകയാണെന്ന് വെച്ചാൽ ചെരിവുകളിൽ, സ്ലോപ്പുകളിലൊക്കെ ഈ മണ്ണിന്റെ ഫോർമേഷൻ, സോയിൽ ഫോർമേഷൻ ഉണ്ടാവില്ല. വളരെ കനം കുറവായിരിക്കും, തിക്നെസ് കുറവായിരിക്കും മണ്ണിന് ഈ ചെരിവുകളിൽ. അതുപോലെ പാരന്റ് റോക്ക് പറയുകയാണെങ്കിൽ, മാതൃശില പറയുകയാണെങ്കിൽ, ഏത് റോക്ക്, ഏത് ശിലയിൽ നിന്നാണോ മണ്ണ് ഉണ്ടാകുന്നത്, സോയിൽ ഉണ്ടാകുന്നത്, അതിന്റെ ക്യാരക്ടർ ആയിരിക്കും മണ്ണിനുണ്ടായിരിക്കുക. ഓക്കെ, അതാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, യെസ്, സ്ട്രക്ചറും അതുപോലെ അതിലുള്ള കമ്പോണൻസും മിനറൽസ് ഒക്കെ തന്നെ ഏത് റോക്കിൽ നിന്നാണ്, ഏത് ശിലയിൽ നിന്നാണ് മണ്ണുണ്ടായത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പോയിന്റ്. യെസ്, അടുത്തത് ടൈം ആണ്. സമയം എന്ന് വെച്ചാൽ മണ്ണിന്റെ തിക്നെസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ടൈമിനെ ബേസ് ചെയ്തിരിക്കും. അതായത് 1 ഇഞ്ച് സോയിൽ ഉണ്ടാവാൻ, 1 ഇഞ്ച് സോയിൽ ഉണ്ടാവാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം. അതാണ് സമയം എന്ന് പറയുന്ന ഫാക്ടർ. ദെൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ഈ ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഡീക്കേന്ന് ജീർണിക്കുക, മണ്ണിൽ കിടന്ന് ജീർണിക്കുന്ന അവസ്ഥയല്ലേ ഈ സസ്യജാലങ്ങളും ജന്തുക്കളും, അത് ആസിഡുകളും അതൊക്കെ മിക്സ് ചെയ്തിട്ട് മണ്ണ് ഫോം ചെയ്യുന്നതാണ് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രം മതി. അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് കറക്റ്റായിട്ട് പറയുന്നത് വേറെ രീതിയിലാണ്. നമ്മുടെ ആപ്പ് ലെവലൊക്കെ കണ്ട കുട്ടികൾക്ക്, യൂട്യൂബ് ലെവലിൽ കണ്ട കുട്ടികൾക്ക് അറിയാം അതിൻ്റെ യഥാർത്ഥ്യം എന്താണെന്നുള്ളത്. തൽക്കാലം അതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക, വേറെ വഴിയില്ല. ഓക്കെ, യെസ്, അതിൽ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും പറയാത്തത്. ഓക്കെ, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വെതറിങ്ങിന് ഈ പറയുന്ന ആസിഡുകളൊക്കെ കാരണമാകുമെന്നാണ് ഈ പറയുന്ന പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡോണ്ട് നോ. ഓക്കെ, യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ഇത് വരുന്നത് റോക്സ് എന്ന് പറഞ്ഞ ഭാഗത്തു നിന്നാണ്, ശിലകൾ എന്ന് പറഞ്ഞ ഭാഗമാണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഐഡന്റിഫൈ ദ റോക്സ് ഫ്രം ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. സവിശേഷതകളിൽ നിന്ന് ശില ഏതെന്ന് തിരിച്ചറിയാം. സോളിഡിഫൈയിങ് ഓഫ് മോൾട്ടൺ റോക്ക് മെറ്റീരിയൽസ്. ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശില ഏതാണ്? അപ്പോൾ ഒരു സംശയമില്ലാണ് നമുക്ക് എഴുതാൻ പറ്റും, അത് ഇഗ്നേയസ് റോക്ക് ആണ്, അഥവാ ആഗ്നേയശിലയാണ്. ഓക്കെ, ഇഗ്നേയസ് റോക്ക് അല്ലേ? യെസ്, മണ്ണിനുള്ളിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിക്കടിയിൽ നിന്ന് ലാവ പുറത്തുനിന്ന് സോളിഡിഫൈ ചെയ്യുന്നു. സ്ട്രാറ്റിഫൈഡ് റോക്ക്, ലിത്തിഫൈയിങ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ്. വെതറിങ് നടന്ന് അഥവാ അപക്ഷയം നടന്ന് പൊടിപൊടികളായിട്ട് മാറില്ല, സെഡിമെന്റ്സ് ഉണ്ടാവുമല്ലോ. ആ സെഡിമെന്റ്സ് എല്ലാം ഇങ്ങനെ ലിത്തിഫൈങ്, ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ലെയർ ആയിട്ട് പാളികളായിട്ട് കാണുന്ന അടുക്ക് ശില എന്നറിയപ്പെടുന്ന ഏതാണ്? അടുക്ക് ശില എന്നറിയപ്പെടുന്ന ഒരു ഡൗട്ടും വേണ്ട, അത് സെഡിമെന്ററി റോക്കാണ്. ഏത് റോക്കാണ്? സെഡിമെന്ററി റോക്ക്, അഥവാ നമ്മൾ അവസാദശില എന്ന് നമ്മൾ പറയും. അവസാദശില. ഓക്കെ, യെസ്. അവസാനത്തത് കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ച്. കെമിസ്ട്രി ഫിസിക്സ് അതല്ല കേട്ടോ. ഓക്കെ, കെമിക്കൽ ഫിസിക്കൽ ചേഞ്ച് ഡ്യൂ ടു ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയിലും ഉയർന്ന മർദ്ദത്തിലും നന്നായിട്ട് ഈ റോക്കിന്, ശിലകൾക്ക് രൂപാന്തരത്വം സംഭവിക്കാം, അങ്ങനെ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ്, യെസ്, നിങ്ങൾക്കറിയാം, അത് കായാന്തരിത ശിലയാണ്. കായാന്തരിതം എന്ന് വെച്ചാൽ മെറ്റാമോർഫിക് റോക്കാണ്. ഏത് റോക്കാണ്? മെറ്റാമോർഫിക് റോക്ക്. ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും ഉണ്ടായിരിക്കണം. മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടി എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട്, ഒരു സ്റ്റാറ്റസൊക്കെ വെച്ചൊന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൂട്ടി വാ, നമുക്ക് പൊളിച്ചെടുക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ലൈവിൽ ഞങ്ങൾ ഫുൾ ക്ലിയർ ചെയ്ത് തരും, അതിൽ സംശയം വേണ്ട. അപ്പോൾ കമൻറ്റ് ബോക്സിൽ ഒരു അടിപൊളി കമൻറ്റും കൂടെ പാസ്സാക്കിയിട്ട് പോവാം. നന്നായിട്ട് പഠിക്കാം, രാത്രി നമ്മളോടൊപ്പം കൂടാം. താങ്ക് യു, ബൈ, സീ യു.